നമസ്കാരം. സഹ്യ ന്യൂസിലേക്ക് സ്വാഗതം. തൃശൂർ പെരിഞ്ഞനത്ത് ഭക്ഷ്യവിഷബാധയേറ്റ് ചികിത്സയിലായിരുന്ന കുറ്റിലക്കടവ് സ്വദേശിയായ സ്ത്രീ മരിച്ച സംഭവത്തിൽ തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന് ഗുരുതര വീഴ്ച. പോസ്റ്റ്മോർട്ടം നടത്താതെയാണ് ഭക്ഷ്യവിഷബാധയേറ്റ് മരിച്ച സുസൈബയുടെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയത്. സംഭവം വിവാദമായതോടെ വീട്ടിലെത്തിച്ച മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി തിരികെ മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കാനുള്ള നടപടികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ശനിയാഴ്ച രാത്രിയിലാണ് പെരിഞ്ഞനം 3 പീടികയിലെ സെയിന്റ് ഹോട്ടലിൽ നിന്നും പാർസൽ വാങ്ങിയ ഭക്ഷണം ഇവർ വീട്ടിൽ വെച്ച് കഴിച്ചതെന്ന് ബന്ധുക്കൾ പറയുന്നു. ഞായറാഴ്ച രാവിലെ വീട്ടിലുള്ള മറ്റു 3 പേർക്ക് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപ്പോഴും സുസൈബയ്ക്ക് കുഴപ്പം ഒന്നുമുണ്ടായിരുന്നില്ല. എന്നാൽ തിങ്കളാഴ്ച രാവിലെയോടെ ശാരീരിക അസ്വസ്ഥതകൾ തോന്നിയത് മൂലം പെരിഞ്ഞനം സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചു. സ്ഥിതി മോശമായതിനെ തുടർന്ന് ഇരിഞ്ഞാലക്കുട ജനറൽ ആശുപത്രിയിലേക്കും വൈകിട്ട് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും മാറ്റുകയായിരുന്നു. ചികിത്സയിലിരിക്കെ ചൊവ്വാഴ്ച പുലർച്ചെ 3 മണിയോടെയാണ് മരിച്ചത്. തുടർന്ന് രാവിലെയോടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാതെ ആശുപത്രി അധികൃതർ വീട്ടിലേക്ക് വിട്ടു നൽകുകയായിരുന്നു. മരിച്ച വിവരം പോലീസിനെ അറിയിക്കുന്നതിനും ആശുപത്രി അധികൃതർക്ക് വീഴ്ച പറ്റി. ഇത്തരത്തിലുള്ള മരണങ്ങൾ സംഭവിച്ചാൽ പോലീസിനെ അറിയിക്കുകയും തുടർ നടപടികൾ സ്വീകരിച്ച ശേഷം മാത്രമേ മൃതദേഹം വിട്ടു നൽകാൻ പാടുള്ളൂ എന്നുമാണ് നിയമം. എന്നാൽ ഇതെല്ലാം മെഡിക്കൽ കോളേജ് അധികൃതർ കാറ്റിൽ പറത്തി. മെഡിക്കൽ കോളേജിൽ നിന്ന് യാതൊരു അറിയിപ്പും ലഭിച്ചിരുന്നില്ലെന്നാണ് പോലീസ് പറയുന്നത്. മരണകാരണം ഭക്ഷ്യവിഷബാധയാണെന്ന് ആശുപത്രി അധികൃതർ തങ്ങളെ അറിയിച്ചിരുന്നുവെന്നാണ് ബന്ധുക്കൾ വ്യക്തമാക്കുന്നത്. എന്നാൽ പിന്നീടുള്ള നടപടിക്രമങ്ങളെക്കുറിച്ച് കൃത്യമായ ധാരണ ഇവർക്കുണ്ടായിരുന്നില്ല. അതിനാൽ തന്നെ പോസ്റ്റ്മോർട്ടം നടത്തണമെന്ന് ഇവർ പ്രത്യേകം ആവശ്യപ്പെട്ടതുമില്ല. സെയിന്റ് ഹോട്ടലിൽ നിന്ന് കുഴിമന്തി കഴിച്ചതിനെ തുടർന്ന് ഭക്ഷ്യവിഷബാധയേറ്റ് 178 പേരാണ് കഴിഞ്ഞ ദിവസം ചികിത്സ തേടിയത്. ആശുപത്രികളിൽ കഴിയുന്നവർ പലരും അപകടനില തരണം ചെയ്തെങ്കിലും മിക്കവരും നിരീക്ഷണത്തിൽ തന്നെയാണ്. പലരുടെയും ഛർദിയും വയറിളക്കവും മാറിയിട്ടില്ല. ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ചുപോയ ദീർഘദൂര യാത്രക്കാരും ചികിത്സ തേടിയതായി പറയുന്നു. ആഴ്ചാവസാനവും അവധിക്കാലവും ആയതിനാലാകാം എണ്ണം കൂടിയതെന്നാണ് നിഗമനം. അതേസമയം ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചവർക്ക് നേരത്തെയും ഭക്ഷ്യവിഷബാധ ഏറ്റിരുന്നതായി സ്ഥലം MLA AT ടൈസൺ പറഞ്ഞു. 6 മാസം മുൻപ് 2 പേർക്ക് ഭക്ഷ്യവിഷബാധയുണ്ടായെന്നും തുടർന്ന് പഞ്ചായത്ത് അധികൃതർ പരിശോധന നടത്തി പിഴ ഈടാക്കി ഹോട്ടൽ പൂട്ടിച്ചതായും അദ്ദേഹം അറിയിച്ചു. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്.